ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ മോളെ, ഇനി ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിലെ ആരെങ്കിലും ഫംഗ്ഷനോ വല്ലതും ക്ഷണിക്കാനുണ്ടോ? അതെ സാറേ, സാറിനെ നന്നായിട്ട് അറിയാവുന്നവരാണെങ്കിൽ, സാറിന്റെ മനസ്സ് വായിക്കാൻ അറിയാവുന്നവരാണെങ്കിൽ സാറെന്ത് ചെയ്യും? കൊള്ളാം, തിരിച്ചടി കൊള്ളാം കേട്ടോ. സാറ് ആ വഴി കറങ്ങാൻ പോയിട്ടുണ്ടാവോന്ന് പേടിച്ചു ഞാൻ. അത് പിന്നെ മോക്കാരോ അത്യാവശ്യമായിട്ട് കാണാനുണ്ടെന്ന് പറഞ്ഞോണ്ടല്ലേ? ദേ, കള്ളം പറയരുത് കേട്ടോ. ഞാൻ വിളിച്ചപ്പോ പുറത്തുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ അങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ വരില്ലേ? ഞാൻ അപ്പൊ തന്നെ ഇങ്ങനെ പോന്നു മോളെ. ഇത് എന്തീ ഗുളികയ്ക്ക് ഇവിടെ വെച്ചിരിക്കുന്നേ? അയ്യോ, അത് മോളെടുത്ത് തന്നിട്ട് ഞാൻ കഴിക്കാൻ മറന്നുപോയതാ. ഇത് എന്തൊരു കഷ്ടാ ഇത്. ഗുളിക എടുത്ത് കൈ തന്നിട്ടല്ലേ ഞാൻ പോയത്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇതാ, ഇത് കഴിച്ചേ. മറന്നുപോയി മോളെ. സ്വന്തം അസുഖം മാറുന്നതിന് ഗുളിക എടുത്ത് കഴിക്കാൻ പറ്റില്ലേ? അതിന് മാത്രം എന്തത്ര ആലോചിച്ചോണ്ടിരിക്കുന്നേ? എന്റെ മോളെ, എന്റെ മോളെ, അല്ലാതെ ഞാൻ എന്തോ ഓർക്കാനാ? ഷോ, ആ മോള് വരുമ്പോ വരട്ടെ. തൽക്കാലം മോളായിട്ട് ഞാനിവിടെ ഉണ്ട്. ചില ശീലങ്ങളൊക്കെ പഠിപ്പിക്കാനുണ്ട്. അല്ലാതെ ഒന്നും ശരിയാവില്ല. മോള് പഠിപ്പിച്ചോ? മോള് പഠിപ്പിച്ച അച്ഛനത് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? ഞാനോക്കെയാ. ആ മോള് ഭാഗ്യവതിയെ കേട്ടോ. അങ്ങനെയുള്ളവർക്കേ സാറിനെ പോലെ ഒരു അച്ഛനെ കിട്ടും. എങ്കിൽ ഇതൂടെ പറ, ഞാൻ എങ്ങനെയായിരിക്കും എന്റെ മോളെ കണ്ടെത്തുക? അതൊട്ടും വൈകില്ല. ഉറപ്പ്? അതെ സർ. ഇത്രയും തീവ്രമായ ഒരു അച്ഛന്റെ സ്നേഹം ദൈവം ഇനി തടഞ്ഞു വെക്കില്ല. ഏറ്റവും അടുത്ത നിമിഷത്തിൽ തന്നെ സാറിന്റെ മോളെ കണ്ടെത്തിയിരിക്കും. താങ്ക് യു മോളെ. ആ, പിന്നൊരു കാര്യമുണ്ട്. ഞാൻ നവീനെ വിളിച്ചിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ അഡ്വാൻസ് വാങ്ങുന്ന കാര്യം നാളെ രാവിലെയാണല്ലോ പറഞ്ഞിരുന്നേ. അതൊന്ന് വൈകുന്നേരം ആക്കാവോ എന്ന് ചോദിച്ചു. അത് എന്തിനാ സർ? വീട്ടിലൊരു കേക്ക് മുറിക്കല് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോവായിരുന്നല്ലോ. പറഞ്ഞു തീർക്കട്ടെ മോളെ. വിളിച്ചപ്പോ അയാൾ എന്താ പറഞ്ഞെന്നറിയോ? നാളെ വൈകുന്നേരം ആണെങ്കിൽ അയാൾക്കത് സൗകര്യമാണെന്നാ. അയാളുടെ ഭാര്യയുടെ ബർത്ത്ഡേ ആണത്രേ. ഭാര്യയുടെ ബർത്ത്ഡേ ആണെന്ന്. അതെ, ഭാര്യയുടെ ബർത്ത്ഡേ ആണ്. ആ, ഭാര്യയുടെ ബർത്ത്ഡേ ആണ്. അതെ സർ, ഭാര്യയുടെ ബർത്ത്ഡേ ആണ്. അതെ, ഭാര്യയുടെ ബർത്ത്ഡേയാ. ഭാര്യയുടെ ബർത്ത്ഡേയാ. ഇതെന്താ ഞാൻ പറഞ്ഞു തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഞാൻ എന്താ വരുന്നു? അതെ, ബർത്ത്ഡേ ആണ്. നവീന്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണ്.